അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയും അതുപോലെ തന്നെ പാദവാർഷിക പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒറ്റ വീഡിയോ. ഇത് രണ്ടിനും യൂസ് ചെയ്യാൻ കഴിയുന്നൊരു വീഡിയോ ആയിട്ടാണ്. കാരണം നല്ല ലെങ്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. 3 ലിസാനുമായി ബന്ധപ്പെട്ട ഇതേവരെയുള്ള ചാപ്റ്ററുകളിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് പറയട്ടെ, നിങ്ങൾ ഈ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടണം. 3 വിദ്യാർത്ഥികളാണ്, രക്ഷിതാക്കളാണ്, എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നാളെയാണ് അതിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും പരമാവധി എത്തിക്കുക. നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഫസ്റ്റ് പാഠമല്ല തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് പാഠത്തിലെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ 7ാമത്തെ പാഠം 7ഓ 6ഓ തോന്നുന്നു, ഏതായാലും എണ്ണം പഠിക്കുന്ന പാഠം, ആ പാഠത്തിൽ നമ്മൾ എണ്ണം 1 മുതൽ 20 വരെ പഠിക്കുന്നുണ്ട്. പക്ഷേ 1 മുതൽ 10 വരെയുള്ളത് ഈ ഭാഗത്ത് 1ാമത്തെ പാഠത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർഡറിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് മുതൽ തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ ബുക്ക് ഓർഡറിലല്ല പോരുക, എൻ്റെ ഒരു ഇതനുസരിച്ച് ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഈ പാഠത്തിൽ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് എണ്ണാണ്. എണ്ണം എങ്ങനെയാണ് നമ്മൾ പറയുക, ഏത് രൂപത്തിലാണ് എന്നുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ആദ്യം എണ്ണാണ് പഠിച്ചു വെക്കേണ്ടത്. വാഹിദുൻ, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ അശറ, പിന്നെ അഹദാശറ, ഇസ്നാശറ, സലാസത്ത അശറ. അവിടുന്ന് സലാസത്ത ആ 3 മുതൽ പിന്നെ എന്ത് ചെയ്യും, 13 മുതൽ പിന്നെ എന്ത് ചെയ്യും, 3 താവ് വരും, അതായത് എണ്ണത്തിന് താവ് വരും. സലാസത്ത അശറ, അർബഅത്ത അശറ, ഖംസത്ത അശറ, സിത്തത്ത അശറ, സബ്അത്ത അശറ, സമാനിയത്ത അശറ, തിസ്അത്ത അശറ. അപ്പോൾ ഈ എണ്ണ ആദ്യം പഠിച്ചു വെക്കണം, എന്നാലേ ബാക്കിയുള്ളത് എടുത്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഇത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കണം ആദ്യം. ഇനി നമുക്ക് എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ പറച്ചിലിലും വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ വിശദീകരിക്കാനുള്ള ഭാഗങ്ങൾ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് ശരിക്ക് നമുക്കൊരു കുട്ടിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, എന്തി ജവ്വാലുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല. ഇതേപോലെ എന്തി സിത്തത്തുൻ അഖലാമിൻ, രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ അല്ല, മുഅന്നസ് എണ്ണുമ്പോൾ ഇത് മുദക്കറാണ്, മുഅന്നസ് എണ്ണുമ്പോൾ അവിടെ വ്യത്യാസം വരും. ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. കാരണം ഇവിടെ എണ്ണുന്നത് മുഴുവനും മുദക്കറാണ്, അതുകൊണ്ട് എണ്ണത്തിലും വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ കാണാം, ഇന്ദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ ഒരു മൊബൈൽ ഫോണുണ്ട്. അങ്ങനെയാണ് പറയാം, എൻ്റെ അടുക്കൽ ഒരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ഒന്നിന് വാഹിദുൻ, ഇന്ദി ജവ്വാലുൻ വാഹിദുൻ. ഒരിക്കലും ഇന്ദി വാഹിദുൻ ജവ്വാൽ എന്ന് പറയില്ല. എൻ്റെ അടുക്കലുണ്ട്, പിന്നെ എന്താന്ന് പറയാം, ജവ്വാലുൻ. പിന്നെ എത്രണ്ണാന്ന് പറയാം, വാഹിദുൻ, 1. ഇനി അടുത്ത രൂപം നോക്കിക്കോ. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്, കലമാനി, 2 പേന. ശ്രദ്ധിച്ചോളിയും, ഇവിടെ എന്ത് ചെയ്തു, ഇതുവരെ ജവ്വാലുൻ എന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ കലമുൻ എന്നാണ് ഉദാഹരണം തരുന്നത്. അതിൻ്റെ മുസന്നയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കലമാനി എന്നാണ് വരുന്നത്. അതായത് 2 എണ്ണം വരുമ്പോൾ കലമാനി, ജവ്വാലാനി. ഇപ്പോൾ നമ്മളിവിടെ ജവ്വാലെന്ന് എടുക്കുക, അല്ലെങ്കിൽ കലമെന്ന് എടുക്കുക. ഈ ജവ്വാലി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് വെട്ടിയിട്ട് ഇവിടെ കലമാക്കാം, കലമൻ. ഇനി ഇവിടുന്ന് നമ്മൾ ഫുള്ള് കലമാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ദി കലമുൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ ഒരു പേനയുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ നോക്കിക്കോട്ടോ, ഇന്ദി കലമാനി സിനാനി. കണ്ടോ, ഇന്ദി കലമാനി സിനാനി, എൻ്റെ അടുക്കൽ എത്ര പേനുണ്ട്, 2 പേനയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചോ, എണ്ണം ബാക്കിലായിട്ട് വന്നത്.
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതെന്താണ്? ബാക്കിലാണ്. ഇനി ആയിക്കോ, ഇൻദി സലാസത്തു അഖ്ലാമിൻ. ഇവിടെ തുമ്പ എന്ത് ചെയ്യില്ല, നമ്മളിവിടെ കുത്തുബാണ് കൊടുത്തത്, അത് നമുക്ക് വേണ്ട. നമ്മൾ കലമ ഫുള്ള് പറയണത്. ഇവിടെ എത്തിയപ്പോൾ കലമുൻ, ഇവിടെ എത്തിയപ്പോഴോ കലമാനി എന്നായി. കലമാനി, കണ്ടോ, കലമാനി. ഇനി 3 മുതൽ 1, 2 ഈ രൂപത്തിലാണ് വരിക. കലമുൻ വാഹിദുൻ, കലമാനി സെനാനി. ഇനി ഇവിടുന്ന് മുതൽ പറയുന്നു നോയിക്കോട്ടോ. ഇവിടെ ഇനി സലാസത്തു അഖ്ലാമിൻ എന്ന് പറയാം. അഖ്ലാമിൻ അവിടെ എന്ത് ചെയ്യില്ല, കലമുൻ എന്ന് പറയില്ല, അല്ലെ കലമാനി എന്ന് പറയില്ല. ഇനി മുഴുവനും അഖ്ലാമുൻ 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 അങ്ങനെ പോവുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതായത് നമ്മൾ 3 മുതൽ 10 വരെ എണ്ണുന്ന സമയത്ത് അതിലെ വസ്തു ഏതാണോ ആ വസ്തുവിനെ കുറേ, അതായത് ജം ആയിട്ട് എണ്ണണം. മനസ്സിലായോ? ഇപ്പോൾ ഇതുവരെയും കലമുൻ ഇവിടെ ഒരു വസ്തുവായിരുന്നു, കലമാൻ ഇവിടെ 2 എണ്ണമായിരുന്നു. ഇനി ഇവിടുന്ന് മുതൽ എന്ത് ചെയ്യണം, 3 മുതൽ എണ്ണുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, അഖ്ലാമുൻ അഖ്ലാമുൻ എന്നാ പറയുള്ളൂ. നോക്കാം, ഇൻദി സലാസത്തു അഖ്ലാമിൻ, കണ്ടോ, അഖ്ലാമിൻ. ഇനി നോക്കിക്കോ, വലി അർബഅത്തു അഖ്ലാമിൻ, അങ്ങനെയാണ് എഴുതുക കേട്ടോ. നമ്മൾ ഈ ഉദാഹരണം ഒന്നും നോക്കണില്ല, നമ്മളിവിടെ കലം എന്നുള്ള ഇതിൻ്റെ ജംഉം ഒക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജം ആണെന്ത്, അഖ്ലാമിൻ, അഖ്ലാമിൻ. ഇനി ഇത് കലമുൻ, ഒരു പേന, ഇതിൻ്റെ ജം ആണ് അഖ്ലാമിൻ കേട്ടോ. അത് എണ്ണുമ്പോഴാണ് അഖ്ലാമുൻ എന്നാ വരിക, പക്ഷേ എണ്ണുമ്പോഴാണ് എന്ത് ചെയ്യുക, അഖ്ലാമിൻ തൻമീൻ കസർ കൊടുക്കുക. ഇനി നോക്കിക്കോ, ഫി മദ്രസത്തി, എൻ്റെ മദ്രസയിലുണ്ട്, ഹംസത്തു അസാതീദത്തിൻ എന്നാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, അഖ്ലാമിൻ എന്ന് കൊടുക്കുക, അഖ്ലാമിൻ. ഓക്കെ, ഇനി ഉണ്ടോ ഇവിടെ തന്നെ ഉദാഹരണം അഖ്ലാമിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇൻദി സിത്തത്തു അഖ്ലാമിൻ, എൻ്റെ അടുത്തിൽ 6 പേനയുണ്ട്. ഇനി ഇപ്രകാരം തന്നെയാണ് സബഅത്തു അഖ്ലാമിൻ, സമാനിയത്തു അഖ്ലാമിൻ, തിസ്അത്തു അഖ്ലാമിൻ, അശറത്തു അഖ്ലാമിൻ. അപ്പോൾ ആ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, 1ഉം 2ഉം വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ 3 മുതൽ എന്ത് ചെയ്യും, അതിൽ വ്യത്യാസം വരും. എണ്ണുന്ന വസ്തു എന്താകും, ജം ആയി മാറും. അതായത് ഒരു കൂട്ടം ഒരു വസ്തുവിനെ എണ്ണുമ്പോൾ എന്താ പറയുക, അഖ്ലാമിൻ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് എണ്ണുമ്പോൾ നോക്കിയുണ്ടോ, കുത്തുബിൻ എന്ന കൊടുത്തത്. എന്താ കുത്തുബിൻ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. അപ്പോൾ കിതാബുൻ, ഇന്ദി കിതാബുൻ വാഹിദുൻ, ഈ കിതാബ പറയണം കേട്ടോ. നോക്കിക്കോ, ഇവിടെ കിതാബ് ആക്കണമെങ്കിൽ ഇന്ദി കിതാബുൻ വാഹിദുൻ. ഇനി എൻ്റെ അടുക്കൽ 2 കിതാബ് ഉണ്ടെന്ന് എങ്ങനെ പറയാം, ഇന്ദി കിതാബാനി ഇസ്നാനി. കണ്ടോ, ഇന്ദി കിതാബാനി ഇസ്നാനി. ഇനി 3 മുതൽ എണ്ണം മതിയും. ഇനി ഫുള്ള് അതിൻ്റെ ജം വരിക, കിതാബുൻ എന്നതിൻ്റെ ജം കുത്തുബിൻ, കുത്തുബിൻ എന്നാണ് അതിൻ്റെ ജം വരിക കേട്ടോ. ഇനി നോക്കിക്കോ, ഇന്ദി സലാസത്തു കുത്തുബിൻ, എൻ്റെ അടുക്കൽ 3 പേനകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇനി ഇവിടുന്നൊക്കെ കുത്തുബിൻ കൂട്ടാണെങ്കിൽ ഇനി ഇവിടുന്ന് മുഴുവനും കുത്തുബിയാണ് വരിക. നമ്മൾ കുത്തുബിയല്ല എണ്ണിക്കൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ. അപ്പോൾ വലിയ അർബഅത്തു കുത്തുബിൻ, ഫി മദ്രസത്തി ഹംസത്തു കുത്തുബിൻ, അങ്ങനെ ഓരോന്ന് കുത്തുബ് ആക്കണം. ഇവിടെ കുത്തുബ് ആക്കണം എന്തിനാ വെച്ചാൽ നമ്മൾ ഒരു വസ്തുവിനെ, അതായത് ഇപ്പോൾ കിതാബുൻ പുസ്തകമാണെങ്കിൽ 1 ആണെങ്കിൽ അവിടെ വാഹിദുൻ എന്ന് പറയാം, കിതാബുൻ വാഹിദുൻ. 2 ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കിതാബാനി, അവസാനം അലിഫിനുനെ കൊടുക്കുക. ഇവിടെ കണ്ട കലമാനി കൊടുത്ത പോലെ കിതാബാനി, അങ്ങനെ ഓരോന്ന് കൊടുക്കുക. പിന്നെ 3 മുതൽ എന്ത് ചെയ്യും, അതിനെ ജം ആക്കി ഉപയോഗിക്കും, കുത്തുബിൻ എന്നാ പറയാം. ഇനിയിപ്പോൾ കലമാണെങ്കിൽ അഖ്ലാമിൻ, അതിൻ്റെ ജം അതാണ് അഖ്ലാമിൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അഖ്ലാമിൻ. അപ്പോൾ 3 മുതൽ എന്ത് ചെയ്യുക, വസ്തുവിനെ ജം ആക്കി എണ്ണണം. ഇപ്പോൾ ഇതിൻ്റെ അവസാനം കണ്ട നിങ്ങൾ, ഞാൻ ചുവന്ന നിറത്തിലാക്കി തരാം കണ്ടോ,
അഖ്ലാമിൻ, ഔലാദിൻ, കറാസിൻ, അബുവാബിൻ, ഷബാബീക, അസാതീദത്തിൻ, അസ്തിഖാ, കുതുബിൻ. ഇതൊക്കെ ആണ്, അതായത് ബഹുവചനം. ഇപ്പോൾ കിതാബിൻ എന്നതിൻ്റെ ബഹുവചനം കുതുബിൻ. ഇനി സദീഖുൻ കൂട്ടുകാരൻ, അതിൻ്റെ ബഹുവചനാണ് അസ്തിഖാവ് കൂട്ടുകാർ. ഇനിയോ അസാതീദത്തിൻ ഉസ്താദുമാർ, അതിൻ്റെ മുഫ്രദാണെന്ത് ഉസ്താദുൻ, അതിൻ്റെ അസാതീദത്തുൻ. ഇനിയോ അഖ്ലാമുൻ, ഖലമുൻ എന്നതിൻ്റെ ബഹുവചനാണ് അഖ്ലാമുൻ കുറേ പേനകൾ. ഇനിയോ വലതുൻ, അതിൻ്റെ ആണ് ഔലാദുൻ ആൺകുട്ടികൾ. ഇനി അതുപോലെ കുർസിയുൻ കസേര, അതിൻ്റെ ബഹുവചനാണ് കറാസിൻ. ഇനി അതുപോലെ ബാബുൻ വാതിൽ, അതിൻ്റെ ബഹുവചനാണ് അബുവാബുൻ വാതിലുകൾ. പിന്നെ അതുപോലെ മറ്റൊന്ന് ഷുബാക്കുൻ ജനൽ, അതിൻ്റെ ബഹുവചനാണ് ഷബാബീക. ഈ ബഹുവചനങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കണം. പരീക്ഷയിൽ ബഹുവചനം എഴുതാനൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ ആ ബഹുവചനമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ അതിൽ 3 മുതലാണ് എന്ത് ചെയ്യുന്നത് ആക്കി ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ കിതാബിൻ എന്ന് തന്നെ പറയുക. ഇന്ന് എവിടെ എത്തുമ്പോൾ കിതാബാനി ആവും. കണ്ടോ, കലമാനി പറഞ്ഞ പോലെ കിതാബാനി. ഇനി ഇതപ്പോൾ നമ്മൾ വേറെ ഏതൊരു എണ്ണാണ്, ഏത് ഔലാദുൻ. ഔലാദ് എന്നുള്ളതും ആണ്, ഇവിടുന്ന് മുതൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ മുഫ്രദ് എന്താണ് വലതുൻ. ഇന്ദി വലതുൻ വാഹിദ്, എൻ്റെ അടുക്കൽ ഒരാൺകുട്ടിയുണ്ട്. ഇന്ദി ഇനി ഇവിടെ എന്താ പറയുക വലദാനി ഇസ്നാനി, എൻ്റെ അടുക്കൽ 2 ആൺകുട്ടികളുണ്ട്. ഇനി ഇവിടുന്ന് മുതൽ എന്ത് ചെയ്യും ഇന്ദി സലാസത്തു ഔലാദിൻ. കണ്ടോ, ഇനി മുതൽ മുഴുവൻ എന്ത് ചെയ്യാണ് ഔലാദിയ വരിക. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് പാഠത്തേക്ക് പോവാം. അതിൻ്റെ ബാക്കി എണ്ണം നമ്മൾ എണ്ണി തീർക്കാണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ, ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത്. ഇനി നമ്മൾ ആ വാഹിദ് ഇസ്നാനി ആ എണ്ണൊക്കെ പഠിച്ചില്ലേ, അഷറ വരെ പഠിച്ചു അല്ലേ. ഇനി 11 മുതലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് അടുത്ത് തുടങ്ങണത്. അഹദ അഷറ 11, ഇസ്ന അഷറ 12. ഇനി ഇവിടെ നിന്നുള്ള വ്യത്യാസം നോക്കിക്കോളൂ കേട്ടോ. സലാസത്ത അഷറ അത് എണ്ണുമ്പോൾ എന്താകും, ഇതിൽ താവ് വരും. അത് നമുക്ക് ഉദാഹരണത്തിൽ പറയാം, അതിപ്പോൾ മനസ്സിലാവില്ല. ഇനി അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബ്അത്ത അഷറ, തമാനിയത്ത അഷറ, തിസ്അത്ത അഷറ, ഇശ്റൂൻ. ഇവിടെ ഇനി ഒരു പ്രവർത്തനം നമുക്ക് നോക്കി നോക്കാം. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് ഇവിടെ അറബിയിൽ നമുക്കിവിടെ 8 എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ കാണാതെ തന്നെ എന്ത് ചെയ്യണം ഇവിടെ എഴുതണം. കാരണം നമ്മൾ എണ്ണം പഠിച്ചിട്ടുണ്ടാകണം. എണ്ണം പഠിച്ചാൽ ഇത് എഴുതാൻ കിട്ടുള്ളൂ. ഏതാണ് സമാനിയ അല്ലേ. അപ്പോൾ നമ്മൾ 8 പറയുന്നത് സമാനിയത്തുൻ എന്നാണ്. ഇവിടെയോ 13. അപ്പോൾ നമ്മൾ ആദ്യം 3 എന്നുക. 3 എന്താ പറയുക സലാസ അല്ലേ, സലാസത്തുൻ എന്നല്ല നമ്മൾ പറഞ്ഞത്. ആ തായിന് എന്ത് ചെയ്യുക ഫതഹ ഇട്ടിട്ട് സലാസത്താന്ന് അതിൻ്റെ ശേഷം അഷറ എന്നും കൂട്ടുക. സലാസത്ത അഷറ. അപ്പം എത്രയായി 13 സലാസത്ത അഷറ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ കണ്ടോ 15 നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 5 എന്ന് എഴുതുക. 5 എന്താ പറയുക ഖംസത്തുൻ അല്ലേ, ഖംസത്തുൻ എന്ന് പറയാം. അപ്പോൾ ഖംസത്തുൻ എന്നതിൻ്റെ കൂടെ അഷറ കൂട്ടുക. എന്നിട്ട് ആ ഖംസത്ത ആ താ ഉണ്ടല്ലോ, ആ തായിന് ഫതഹ കൊടുക്കുക. ഖംസത്ത അഷറ എന്നിട്ട് ഇവിടെ എഴുതുക ഖംസത്ത അഷറ. പിന്നെ ഇത് 20 20 നമ്മൾ കറക്റ്റ് ഐഷുറൂൻ എന്ന് എഴുതുക. ഐഷുറൂൻ 20 കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം വരിക. ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും സാധനങ്ങൾ തരും. ഇതിലിപ്പോൾ തുഫാഹത്തുണ്ട്, അതുപോലെ നക്ഷത്രങ്ങളുണ്ട്,
അങ്ങനെ ഓരോന്നുണ്ട്. ഇതിൽ നമ്മളിനി എന്ത് ചെയ്യണം? ഇതിൻ്റെ എണ്ണം ഇവിടെ എഴുതണം. നമുക്ക് ആദ്യം എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്രയാണ്? 10 ആണുള്ളത്. അറബിയിൽ നമ്മൾ 10 എഴുതുന്നത് ഒന്നിട്ടിട്ട് ഒരു കുത്തിടലാണ് 10. ഇനി അത് എന്ത് ചെയ്യണം? ഹുറൂഫിലേക്ക് മാറ്റണം. അതായത് നമ്മൾ അക്ഷരത്തിലേക്ക് മാറ്റണം. അറബി അക്ഷരം അഷറത്തുൻ 10. അഷറത്തുൻ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് അതുപോലെ എണ്ണ, എന്നിട്ട് അതിൻ്റെ എണ്ണം എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എഴുതണം. ആദ്യം അർക്കാം, അതായത് നമ്പറിൽ എഴുതിയിട്ട് പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറബി അക്ഷരത്തിലേക്ക് മാറ്റി എഴുതേണ്ടത്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാ പ്രവർത്തനവും. അതിലെന്ത് ചെയ്യണം? ഓരോന്നും എണ്ണി നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 15 നമ്മൾ ആദ്യം ഇവിടെ ഒന്നിട്ടിട്ട് വലതു ഭാഗത്ത് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു 0 പോലത്തെ ഇതിടുക. മുകളിൽ കുനിപ്പ് വരും ചെയ്യണം. നമ്മൾ അറബിയിലൊക്കെ എഴുതുന്നത് ആ രൂപത്തിൽ. അങ്ങനെ 15 ഇനി എന്ത് ചെയ്യണം? അതിവിടേക്ക് എഴുതണം. എഴുതുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എഴുതുമ്പോൾ ഈ രൂപത്തിൽ തന്നെ ആദ്യം 5 എടുത്ത് എഴുതുക. 5 എന്താ പറയുക? ഹംസത്തുൻ അല്ലേ? ആ തുൻ, ആ താഇൻ്റെ ആ തന്മീൻ ലൊമ്മുണ്ടല്ലോ, അത് വെട്ടിയിട്ട് താ ആക്കുക. ഹംസ തുൻ എന്നുള്ള മാറ്റിയിട്ട് താ ആക്കുക. ഹംസത്ത. എന്നിട്ട് എന്ത് ചെയ്യുക? 10 കൂട്ടുക. 15 അല്ലേ? അപ്പോൾ ആദ്യം 5 എഴുതി. ഇനി 10 എന്താ പറയുക? അഷറത്തുൻ. അപ്പോൾ അഷറ എന്ന് എഴുതുക കേട്ടോ, താഗ് വേണ്ട. അഷറ. അപ്പോൾ എന്തായി? ഹംസത്ത അഷറ. ഇനി ഇത് പ്രകാരം തന്നെ ഇതും 2 4 6 8 10 12 14 16 18 20. ഇവിടെ 20 ഉണ്ട്. 20 എന്താ പറയുക? യഷുറൂന്. അപ്പോൾ അത് അക്കത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഈ രൂപത്തിൽ എഴുതണം കേട്ടോ. 2 നമ്മളിങ്ങനെയല്ലേ ഇടൽ. അതിന് ശേഷം നമ്മളൊരു കുത്ത് വലതുഭാഗത്താണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അത് അക്കത്തിലേക്ക് എഴുതുമ്പോൾ, ഹർഫിലേക്ക് എഴുതുമ്പോൾ ഐഷുറൂൻ. ഇനി ഇതുപോലെ മൊബൈൽ ഫോൺ കണ്ടോ? എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 7 ഉണ്ട്. അപ്പോൾ 7 എന്ത് ചെയ്യണം? അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 7 8 ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷനായി പോകും. 7 എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് 7 വരിക. 8 ആണെങ്കിലോ അത് ഈ രൂപത്തിലാണ്. അത് നിങ്ങൾ 8ൻ്റെ രൂപം കണ്ടില്ല, നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ 8 തന്നെ നമ്മുടെ അറബിയിൽ എഴുതിയിരിക്കണം എന്ന് നോക്കിക്കോട്ടോ. കണ്ടോ? ഈ രൂപത്തിലല്ലേ വരിക? ഒരു ത്രികോണം, അതായത് 8ൻ്റെ മുകൾ ഭാഗം ഈ റൗണ്ടായിട്ടല്ലേ വരിക. അത് ചിന്തിച്ചാൽ മതി. എന്നാൽ പിന്നെ എന്ത് ചെയ്യും? 7 8 മാറൂല. ഓക്കെ. ഇനി അപ്പോൾ 7 എന്ത് പറയാം? സബ്അത്തുൻ. അപ്പോൾ അത് റെഡിയായി. ഇനി ഇത് പ്രകാരം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ഇനി ഇങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് വരുന്നത്. ഏത്? ചിലപ്പോൾ ഹറഫിൽ തരും. അഹദ അഷറ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? അക്കത്തിലേക്ക് മാറ്റണം. അക്കം എന്ന് പറഞ്ഞാൽ അറബിയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ 1 2 എന്ന് എഴുതുന്നത് മലയാളത്തിൽ എഴുതുന്നത് പോലെ അറബിയിൽ എഴുതുന്നതാണ് എന്ത്? 1 2 എന്ന് ഈ രൂപത്തിൽ. കണ്ടില്ലേ? ഇങ്ങനെയാണ് അറബിയിൽ എഴുതുക. അപ്പോൾ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി പഠിക്കണം. അതുതന്നെയാണ് ഇവിടെ എഴുതാനുള്ളത് കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? അഹദ അഷറ എന്ന് എഴുതുക. അഹദ അഷറ എന്ന് എത്രയാണ്? 11. ഇവിടെ നോക്കിയാൽ മതി. അഹദ് 1 കണ്ടോ? അഹദ അഷറ 11. പിന്നെ ഇവിടെ സലാസത്തുൻ 3 അല്ലേ? 3 എഴുതുമ്പോൾ ഈ രൂപത്തിലാണ്. പിന്നെയോ അഷറത്തുൻ 10 എഴുതുമ്പോൾ 1 എഴുതിയിട്ട് ഒരു കുത്ത്. അർബഅത്ത അഷറ 14 എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 4 കണ്ടോ? ഇവിടെ അഷറയാണ്. അപ്പോൾ അതേപോലെ തന്നെ അഷറിൻ്റെ ഇവിടെയും 4 പടിയും 4 അഷറായി. കണ്ടോ? 1 ഇത് ഒന്നാമത്തേതായിട്ട് വരുന്നത്, ഇത് രണ്ടാമത്തേതായിട്ട് വരുന്നത്. ഈ രൂപത്തിൽ തന്നെ എഴുതാം. പിന്നെ ഇതുപോലുള്ളൊരു പ്രവർത്തനം
പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, തിസ്അത്തുൻ 9 മുതലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എത്രയും നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് എണ്ണി നോക്കണം. ആദ്യം എന്ത് ചെയ്യുക, കൈ എടുത്തിട്ട് 1 വാഹിദ് ഇസ്നാനി സലാസ അർബ അംസ സിത്ത സബ സമാനിയ തിസ്അ എന്ന് കണ്ടില്ലേ, തിസ്അ മുതലാണ്, അതായത് 9 മുതൽ. പിന്നെ എന്ത് ചെയ്യണം, 10, 11, 12 അങ്ങനെ എഴുതണം. കണ്ടോ, തിസ്അത്തുൻ. പിന്നെ എന്താ പറയുക, അശറത്തുൻ. പിന്നെ എഴുതുമ്പോൾ അഹദ അശറ. പിന്നെയോ ഇസ്ന അശറ. പിന്നെ 3 മുതൽ എന്ത് ചെയ്യും, താ കൊടുക്കും. സലാസത്ത അശറ, അർബഅത്ത അശറ, ഖംസത്ത അശറ, സിത്തത്ത അശറ, സബ്അത്ത അശറ, സമാനിയത്ത അശറ, തിസ്അത്ത അശറ, ഇശ്റൂൻ. ഈ രൂപത്തിൽ ചൊല്ലി പഠിക്കുകയും പറ്റുമെങ്കിൽ എഴുതി പഠിക്കുകയും ചെയ്യുക കേട്ടോ. എഴുത്ത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രവർത്തനമാണ് ഇത്, നമ്മൾ അതിന് മുമ്പുള്ള പാഠം 6ാം പാഠം തോന്നുന്നു, അതിലുള്ള പ്രവർത്തനമാണ് ഈ ഒരു പ്രവർത്തനം. ഇത് ചിലപ്പോൾ പരീക്ഷയിൽ വരും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാണുന്നതൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇതിൻ്റെ മലയാളം കൂടെ പഠിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലത് ഭാഗത്തിനാണ് എന്ത് ചെയ്യുക, യമീൻ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഈ കുട്ടിയുടെ സ്ഥാനത്താണ് നോക്കുക. നമ്മൾ ഇതുപോലെ കുട്ടിയുടെ ഈ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിരിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വലത് വരുന്ന രീതിയിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ യമീനെ നമ്മൾ ഏതാ വരിക, കണ്ടോ, യമീൻ വലത് ഭാഗത്താണ് യമീൻ. ഇനി ഷിമാലി ഇടതു ഭാഗത്തിനാണ് ഷിമാലി എന്ന് പറയാം. അപ്പോൾ ഈ യമീനിൻ്റെ ഓപ്പോസിറ്റാണ് ഏത്, ഷിമാലി. പരീക്ഷയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, യമീനും ഷിമാലും പൂരിപ്പിക്കാൻ തരും. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും, അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. ഇങ്ങനൊരു പ്രവർത്തനം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും, എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇപ്പോൾ യമീൻ, ഈ യമീനിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിമാലാണ് അല്ലേ. യമീനിൻ്റെ ഓപ്പോസിറ്റ് ഷിമാൽ. അപ്പോൾ ഈ ഇവിടെ എന്ത് ചെയ്യണം, ഷിമാൽ എന്ന് എഴുതി കൊടുക്കണം. ഷിമാൽ. ഓക്കെ, ഇതാണ് ഇടതുഭാഗം, ഇത് വലതുഭാഗമാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, യമീനാണ് വലതുഭാഗം, ഓക്കെ, ഷിമാലാണ് ഇടതുഭാഗം, മാറിപ്പോരുത്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ പോലെ വലതുഭാഗം എപ്പോഴും യാ ഉമ്മയാണ് തുടങ്ങുക. യമീൻ യാ ഉമ്മയാണ്, കണ്ടോ, അത് ചിന്തിച്ചാൽ മതി. ഇടതെപ്പോഴും ഷീനുമ്മയാണ്, ഷിമാൽ, അങ്ങനെ മനസ്സിലാക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് മുകൾ താഴെ ഇതിനുള്ളതാണ്. ഇതിലെപ്പോഴും കൊണ്ടോ ഫൗക്ക മുകളിന് ഫൗക്ക എന്ന് പറയാം. നമ്മളറിയില്ലേ, ഫൗക്ക റഇസി, തലക്ക് മുകളിൽ. അപ്പോൾ അതുപോലെ ഫൗക്ക മുകൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ വരിക, താഴെ എന്നതിൻ്റെ എന്താ പറയുക, നമ്മൾ പഠിച്ചിട്ടില്ലേ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം. അവിടെ തഹ്ത കണ്ടില്ലേ, തഹ്തയാണ് അതിലെ എന്ത് ചെയ്ത് താഴെ എന്നുള്ള വരുന്നത്. തഹ്ത ഉണ്ടോ, തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽ ചുവട്ടിൽ. അപ്പോൾ തഹ്ത എന്നാണ് താഴെ, അതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. കണ്ടോ, ഇതേപോലെ കണ്ടൊരു പ്രവർത്തനം ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരാം. ഇനി അമാമൽ മദ്രസക്ക് മുമ്പിൽ എന്ന് പറയില്ലേ, അതേപോലെ മുമ്പിൽ, മുൻഭാഗത്തിനാണ് അമാം എന്ന് പറയാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വറാ, ബാക്ക്. എൻ്റെ പിന്നിലാണ്, അറിയില്ലേ, നമ്മൾ വെച്ചില്ലേ ഓനെവിടെ വെച്ചില്ലേ, ഓൻ്റെ പിന്നിൽ വരുന്നുണ്ട് എന്ന്. അതേപോലെ ബാക്കിന് എന്താ പറയുക, വറാ ബാക്ക് കേട്ടോ, വറാ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലതും ഇടതും അതുപോലെ മുകൾ താഴെ ഇതൊക്കെ കൃത്യമായി പഠിച്ചാലുള്ളൂ പരീക്ഷയിലും അത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ പ്രവർത്തനം, ഇതും ഈ പാഠത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ്, അതായത് തൊട്ടടുത്തുള്ള ആക്ടിവിറ്റിയിൽ പെട്ടതാണ്. ഇതും ഒന്ന് നിർബന്ധമായിട്ടൊന്ന് കാര്യത്തിലൊന്ന് പഠിക്കാം. കാരണം ഇതിൽ കുറച്ച് പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ, അതുപോലെ മൃഗങ്ങളും പക്ഷികളും,
ഇങ്ങനെ 4 തരത്തിലുള്ള അറബി വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ അർത്ഥം പഠിക്കാതെ നിങ്ങൾക്ക് ഇത് വേർതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ കാണാം നഖ്താറുൽ കലിമാത്തി മിനർ റുബാഇ വനുറത്തിബു അൽ ബഹായിമു ഫി യമീനിൽ ഇബിനി. ഇവിടെ നമുക്ക് ഒരു കുട്ടിയുടെ ചിത്രം കാണാം. അവിടെ വലത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബഹായിം എഴുതി കൊടുക്കണം. ബഹായിം എന്നാൽ നാൽക്കാലി, അതായത് മൃഗം കേട്ടോ. മൃഗമാണ് വലത് ഭാഗത്ത് വരിക, അതിനാണ് ബഹായിം എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വൽ ഹലറാത്തു പച്ചക്കറികൾ തഹ്തഹു, ആ കുട്ടിയുടെ താഴെയാണ് പച്ചക്കറികൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചക്കറി ഇവിടെയും വരിക. ഓക്കെ, ഹലറാവാത്ത് എന്ന് പറയുക പച്ചക്കറിക്ക്. ഇനി വത്തൊയൂറു പക്ഷികൾ ഫി ഷിമാലിഹി കുട്ടിയുടെ ഇടതുഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ വലതും ഇടതും തിരിഞ്ഞു പോകരുത്. നമ്മളെന്ത് ചെയ്താൽ മതി? ആ കുട്ടി തിരിഞ്ഞിക്കണ മാതിരി നമ്മളും അങ്ങോട്ട് തിരിഞ്ഞിക്കുക. കുട്ടിയുടെ നേരെയല്ല, മറിച്ച് കുട്ടി നമ്മുടെ ബാക്കിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് തിരിയുക. അപ്പോൾ നമുക്ക് നമ്മുടെ വലത് ഭാഗം കുട്ടിയുടെ വലത് ഭാഗം തന്നെയായിരിക്കും, കുട്ടിയുടെ ഇടത് ഭാഗം നമ്മുടെ ഇടത് ഭാഗം തന്നെയായിരിക്കും. മറിച്ച് കുട്ടിയുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് തിരിയുമ്പോൾ കുട്ടിയുടെ വലത് ഭാഗം നമ്മുടെ ഇടത് ഭാഗവും കുട്ടിയുടെ ഇടത് ഭാഗം നമ്മുടെ വലത് ഭാഗമാണ് വരിക, ഓപ്പോസിറ്റായി വരിക നേരെ നിൽക്കുമ്പോൾ. മറിച്ച് ഞാൻ തിരിഞ്ഞിട്ട് കുട്ടിയുടെ അതേ രൂപത്തിൽ കുട്ടീൻ്റെ ബാക്കിൽ വരുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടാളതും ഒരേ സൈഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ അദവാത്തുൽ മൻസിലിയ ഫൗഖഹു വീട്ടുപകരണങ്ങൾ മുകളിൽ എഴുതണം. ഇങ്ങനെ ഈ പ്രവർത്തനം ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ ഇതിൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ അർത്ഥമാണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. ഒന്ന് ത്വാവിലത്തുൻ മേശ. അപ്പോൾ മേശ എവിടെ വരേണ്ടത്? വീട്ടുപകരണത്തിലാണ്. ബാമിയ, ബാമിയ പറഞ്ഞാൽ വെണ്ടക്ക. അത് ഇതിൽ വരിക? പച്ചക്കറികളിലാണ്, ഹലറാവാത്തിലാണ് വരിക. പിന്നെയോ ഹലറാവാത്തിൽ. പിന്നെ ഹലറാവാത്തിൽ വരുന്ന വേറെ ഏതാണ്? ഹലറാവാത്തിൽ വരുന്നത് നമുക്ക് ഓരോന്നും വേറെ കളറിൽ ചെയ്യാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലായിക്കോളും. ത്വാവിലത്തുള്ളത് ഏതിൽ വരുന്നത്? ഇതിൽ അദവാത്തുൽ മൻസിലിയ വീട്ടുപകരണത്തിൽ വരുന്നതാണ് ത്വാവിലത്തുൻ. ഇനി നമുക്ക് വേറൊരു കളർ ഉപയോഗിക്കാം. ബബ്ഗാവുൻ തത്ത, അത് തുയൂറിൽ പക്ഷി ഇനത്തിൽപ്പെട്ടതാണ് ബബ്ഗാ. പിന്നെ ഗനമുൻ ആട് ഏതിലാണ് വരുന്നത്? ഇതിലൊന്നും പെടാത്ത മൃഗത്തിൽ. ഇവിടെ മൃഗം ഹൽ ബഹായിം എന്ന് കാണാം, മൃഗത്തിലാണ് ഇത് വരിക, ഗനം ആട്. ഇനി അർനബ് മുയൽ ഏതിനെ? അതിൽ തന്നെയാണ് ബഹായിമിലാണ് വരിക. പിന്നെ ടൊമാറ്റോയും തക്കാളി ഏതിലാണ്? പച്ചക്കറികളാണ്. കണ്ടോ, പച്ച കളറിൽ തന്നെ പച്ചക്കറി ഉണ്ട്. ഇനി ഹമാമത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാവ്, അത് തുയൂറാണ്, പക്ഷികളല്ലേ, അതിൽപ്പെട്ടതാണ്. പിന്നെ വരുന്നത് ബക്കറത്തുൻ എന്ന് പറഞ്ഞാൽ പശു ഇതിലെ വരിക? അൽ ബഹായിം എന്നതിലാണ് വരിക. ഇനി ഖുറാബുൻ കാക്ക, അത് പക്ഷി ഇനത്തിലല്ലേ വരുന്നത്, അപ്പോൾ അതിലേക്ക് വരച്ചു കൊടുക്കുക കാക്ക, ഖുറാബുൻ. മറ്റ് ഫഅ്സുൻ കോടാലി ഇതിലെ വരിക? നമ്മുടെ വീട്ടു ഉപകരണത്തിലാണ് കോടാലി വരുന്നത്. പിന്നെ ഖിയാറുൻ വെണ്ടക്ക, അത് പച്ചക്കറിയല്ലേ, അപ്പോൾ പച്ച കളർ. ഖിയാർ എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ, ഇതല്ല, വെണ്ടക്കല്ല, കക്കരി കേട്ടോ, മാറിപ്പോരുത്, കക്കരിയാണ് ഖിയാറുൻ, കക്കരി. പിന്നെ ദൽവുൻ ബക്കറ്റ്, അത് നമ്മുടെ വീട്ടുപകരണത്തിൽ പെടുന്നതാണ്. എവിടെയാ? അദവാത്തുൽ മൻസിലിയ റോസ് കളറിൽ, അതിലാണ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനം, ഇതിൽ അർത്ഥമാണ് കാര്യമായിട്ട് മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇതുപോലെ ജം ആക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒന്നല്ലെങ്കിൽ ഇതിന് മുഅന്നസും മുദക്കർ എഴുതാൻ, അല്ലെങ്കിലോ മുഫ്രദും ജം എഴുതാൻ. ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനാണ്. ഓപ്പോസിറ്റ് പറഞ്ഞാൽ പുരുഷനാകുമ്പോൾ ഒന്ന് സ്ത്രീയാണ് എന്നർത്ഥം. കണ്ടോ, യുലാഹിദു മുദക്കറ വൽ മുഅന്നസ. ഈ മുദക്കർ മുഅന്നസ് എന്ത് ചെയ്യുക? വിപരീതം മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ.
അബുൻ. അബുൻ എന്നതിൻ്റെ മുഅന്നസാണ് എന്ത്? ഉമ്മുൻ, ഉമ്മ. ഉണ്ടോ? അപ്പോൾ ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയായിട്ട് വരിക. ഇബിനുൻ മകൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ബിൻതുൻ മകൾ. ഇനി സഹോദരൻ അഹുൻ സഹോദരൻ. ഇനി സഹോദരിയാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? താ കൊടുക്കണം. ഉഖ്തുൻ സഹോദരി, അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒന്ന് പുരുഷനാകുമ്പോൾ ഒന്ന് സ്ത്രീയാണ്. ജദ്ദുൻ വെല്ലിപ്പ, ജദ്ദുൻ അതിൻ്റെ വെല്ലിമാക്ക് ജദ്ദത്തുൻ, സ്ത്രീയാണല്ലേ, മുഅന്നസാണ്, സ്ത്രീ. ഇനിയോ സദീഖുൻ കൂട്ടുകാരൻ. ഇനി പെണ്ണാണെങ്കിൽ സദീഖത്തുൻ കൂട്ടുകാരി. ഇനി ദീക്കുൻ കോഴി, അതിൻ്റെ പെൺവിഭാഗമാണ് ദജാജത്തുൻ പിടക്കോഴി. ഇത് പൂവൻകോഴിയും ഇത് പിടക്കോഴിയും. അതേപോലെ മറ്റൊരു പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഫ്രദും ജംഉം ഇതേപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ മുഫ്രദും ജംഉമാണ് വരുന്നത്, അവിടെ മുദക്കറും മുഅന്നസ് ആയിരുന്നു, ആണും പെണ്ണും. ഇവിടെ ഒന്നും, അതായത് ഒന്നിൽ കൂടുതലും വരുന്നതാണ്, അതിൻ്റെ ബഹുവചനം എന്ന് പറയാം. ഉളുവ് എന്ന് പറഞ്ഞാൽ അവയവം എന്നർത്ഥം. എന്നാൽ കുറേ അവയവങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പറയാം നമ്മൾ? അവയവങ്ങൾ എന്നല്ല പറയാം. അപ്പോൾ അഅ്ളാഉൻ അവയവങ്ങൾ. അപ്പോൾ ഉളുവിൻ്റെ ബഹുവചനം കുറേ ഉണ്ടെങ്കിൽ പറയുന്നതാണ് അഅ്ളാഉൻ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ അവയവങ്ങളുണ്ടെന്ന് പറയില്ലേ, അപ്പോൾ അതിന് കൂട്ടേണ്ടത് അഅ്ളാഉൻ എന്നാണ്. ഇനി അതുപോലെ സഹ്റത്തുൻ പൂവ്, പുഷ്പം. ഇനി കുറേ പുഷ്പങ്ങളുണ്ടല്ലോ, അസ്ഹാറുൻ, അസ്ഹാറുൻ എന്ന് പറയാം, പുഷ്പങ്ങൾ. ഇനി അതുപോലെ ത്വാവിലത്തുൻ മേശ, ത്വാവിലത്തുൻ മേശ. ഇനി അതിൻ്റെ കുറേ ഉണ്ടെങ്കിലോ ത്വാവിലാത്തുൻ മേശകൾ, കുറേ മേശകൾ ഉണ്ടാവില്ലേ, ത്വാവിലാത്തുൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുഫ്രദും ജംഉമാണ് പിന്നീട് കാര്യമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള 2 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഉറപ്പില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഈ 2 വരികളും മിക്കവാറും പരീക്ഷകളിൽ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് രണ്ടും ഖുർആനിലെ ഒരു ആയത്തും കൂടെയാണ്, അതിൽ എണ്ണം പറയുന്നുണ്ട്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, തീർച്ചയായും ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. കൗകബാണ് നക്ഷത്രം. അപ്പോൾ ഇവിടെ അഹദ അശറ ഉണ്ടോ, 11 എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ എണ്ണം കൊടുത്ത് കണ്ടോ. ഇനി അതുപോലെ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ, അള്ളാഹിൻ്റെ അടുക്കൽ മാസങ്ങൾ എത്രയാണ്? 12 ഷഹ്റൻ 12 മാസങ്ങളാണ്. അറബി മാസം 12 അല്ലേ, 12 മാസങ്ങളുണ്ട് അറബി മാസം. ഇവിടെ വേറെ വ്യത്യാസം കൂടെ ഉണ്ട്, അതിന് പറഞ്ഞിട്ടതാ. ഫിസ്സൊഫി 13 ദാരിസൻ. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 3 മുതൽ താവ് വരും, അത് ഓക്കെയാണ്. പക്ഷേ ഇവിടുന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യും? എണ്ണുന്ന വസ്തു മുഫ്രദായി മാറും. ഇവിടുന്ന് പിന്നെ എന്ത് വേണ്ട, നമ്മളവിടെ പറഞ്ഞതുപോലെ കുറേ പേനകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് ഇന്ദി അഹദ അശറ എന്ത് മതി? കലമൻ. എന്തു വേണ്ട? അക്കലാമും വേണ്ട. ഇനി അതുപോലെ ഇതും പറയാം നമുക്ക്, ഇന്ദി 12 കലമൻ, അങ്ങനെ ഇനി പറയാം. ഇനി നോക്കിക്കോ, 3 അങ്ങനെ തന്നെയാണ്. 13 ദാരിസൻ, വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം, വിദ്യാർത്ഥി. പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ വരിക. അപ്പോൾ 11 മുതലുള്ള വ്യത്യാസം എന്താ അറിയോ? നമ്മൾ എണ്ണുന്ന വസ്തു ഉണ്ടല്ലോ, അത് മുഫ്രദായിരിക്കും. എന്നാലോ നമ്മൾ മുമ്പ് പഠിച്ചു 1, 2, സാധാ 1, 2 അതുവരെ എന്ത് ചെയ്യും? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ 3 മുതൽ എന്ത് ചെയ്യും? അവിടുന്ന് ജം ആക്കി തുടങ്ങും. 3 അക്ലാമീൻ, 4 അക്ലാമീൻ, 5 അക്ലാമീൻ, 6 അക്ലാമീൻ, 7 അക്ലാമീൻ, 8 അക്ലാമീൻ, 9 അക്ലാമീൻ, 10 അക്ലാമീൻ. ഈ നോക്കിക്കോട്ടോ, 10 വരെ പേന പോയില്ലേ? അക്ലാമീൻ എന്ന് പറഞ്ഞത് ജം പറഞ്ഞത്. 11 കലമൻ, എഹദ അതുപോലെ 12 കലമൻ, 13 കലമൻ,
അർബഅത അശറ ഖലമൻ, ഖംസത അശറ ഖലമൻ, സിത്തത്ത അശറ ഖലമൻ, സബഅത അശറ ഖലമൻ, സമാനിയത അശറ ഖലമൻ, തിസ്അത അശറ ഖലമൻ, ഇഷുറൂന ഖലമൻ. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ 1 മുതൽ 20 വരെ നമ്മൾ എണ്ണം പഠിച്ചതിൽ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. 1ഉം 2ഉം ഒഴിച്ച് 3 മുതൽ 10 വരെ ആ എണ്ണുന്ന വസ്തുവിനെ കൂടുതലുള്ള വാക്ക് പറയണം. അതായത് ഇപ്പോൾ ഇവിടെ കലമൻ എന്ന് പറഞ്ഞതിൻ്റെ ബഹുവചനം അഖ്ലാമൻ, കിതാബിൻ എന്നതിൻ്റെ ബഹുവചനം കുത്തുബുൻ, ബാബുൻ എന്നതിൻ്റെ ബഹുവചനം അബുവാബുൻ. അപ്പോൾ ഇതേപോലെ തന്നെ വാക്കുകളതൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എണ്ണം തരുമ്പോൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. പക്ഷേ അത് ഞാനൊരു ഉദാഹരണം തരാൻ പറ്റുമോ നോക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇതാ, അർക്കാനു സ്വലാത്തി അർബഅത അശറ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് നിസ്കാരത്തിൻ്റെ ഫറദുകൾ 14 അപ്പോൾ ഈ അക്ഷരം തന്നെ എന്ത് ചെയ്യണം, ചിലപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അർബഅത അശറ എന്ന് തന്നെ തിരഞ്ഞെടുക്കണം. വേറെ ഏത് എണ്ണും തിരഞ്ഞെടുത്ത് കാര്യമില്ല. കാരണം എന്താ, അർക്കാനു സ്വലാത്ത് എന്നവിടെ കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ ഫറദുകൾ എന്ന്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് അഹദ അശറ എന്ന് കൊണ്ട് എഴുതാൻ പറ്റില്ല. കാരണം 11 അല്ല, 14. ഓക്കെ. അതേപോലെ തന്നെയാണ് അവസാനം വരുന്ന ഈ 2 എണ്ണം, അലൈഹ സിത്തത്ത അശറ. ഇതും ഇതുപോലെ സിത്തത്ത അശറ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അലൈഹിൻ്റെ ശേഷം എഴുതണം. കാരണം ഇതൊക്കെ ആയത്തുപെട്ടതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ ഇതും ഇയ്യക്കും മിൻകും യശുറൂന സ്വാബിറൂന, നിങ്ങളിൽ നിന്നും ക്ഷമയുള്ള 20 പേരുണ്ടായാൽ. ഇതൊക്കെ ആയത്തായതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ അവിടെ ബ്രാക്കറ്റായി കൊടുത്തിട്ടില്ലേ, ഇത് ആയത്താണ്. ആയത്തുകളൊക്കെ ഈ രൂപത്തിലാണ് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ ഉള്ളത്. കുറച്ച് അടിവരകൾ ഇടേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടാവും ഓരോ പാഠത്തിൻ്റെ അവസാനം. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബ്രാക്കറ്റിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ആയത്തുകളൊക്കെ. അപ്പോൾ ഈ ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ഈ എണ്ണം തന്നെ കൊടുക്കണം. അവിടെ കൊണ്ടുപോയിട്ട് സമാനിയത്ത അശറ എന്ന് എഴുതിയാൽ ശരിയാവില്ല. ബ്രാക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാണെങ്കിൽ ഇയ്യക്കും മിൻകും യശുറൂന സ്വാബിറൂന, നിങ്ങളിൽ നിന്നും ക്ഷമയുള്ള 20 പേരുണ്ടായാൽ. അവിടെ ഇഷുറൂന എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. ഇവിടെ ചിലപ്പോൾ ഡോട്ട് ഇട്ടിട്ടേക്കാരം പൂരിപ്പിക്കാൻ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അടുത്ത് എഴുതാൻ. അതേപോലെ തന്നെ എഴുതും അലൈഹ തിസ്അത അശറ, അതിൽ 19 മലക്കുകളുണ്ട്. മലക്കുകളുണ്ട് തന്നെ, മലക്കുകളുണ്ട്. അത് ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇനി അടുത്ത പാഠത്തിലേക്ക് പോകണം. നസൂറുൽ ജദ്ദ, നമുക്ക് വല്ലിപ്പാനെ സന്ദർശിക്കാമെന്നുള്ള ഈ പാഠം. ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ പൂരിപ്പിക്കാനുള്ള വരികളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ ചിലപ്പോൾ വരാം. യാ ഔലാദി, എൻ്റെ മക്കളെ, നെഹ്നു നദ്ഹബു ജമീഅ, നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം, പോകാം. ലിസിയാറത്തി ജദ്ദിക്കും, നിങ്ങളുടെ വല്ലിപ്പാനെ സന്ദർശിക്കാൻ വേണ്ടി. യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം. പിന്നെ അതുപോലെ ഇത് മത്ത തുഫ്തഹു മദ്രസത്തുക്കും ബഅദൽ ഈദി, നിങ്ങളുടെ ഇതിന് ശേഷം നിങ്ങളുടെ മദ്രസ എപ്പോഴാണ് തുറക്കുക. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അതിൽ ആഴ്ചകൾ നിർബന്ധമായും പഠിക്കണം. ആഴ്ചകളിലെ ഓരോ ദിവസങ്ങൾ. ഇപ്പോൾ യൗമുൽ അഹദ് ഞായറാഴ്ച, യൗമുൽ ഇസ്നൈൻ. ഒന്ന് കരുതിയാൽ മതി നിങ്ങൾ. യൗമുൽ അഹദ് നമ്മൾ പഠിച്ചതല്ലേ, വാഹിദ് എന്നുള്ളതിൻ്റെ അഹദ്. യൗമുൽ അഹദ് ആദ്യത്തെ ദിവസമാണ്, ഞായറാഴ്ച. യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച. യൗമുൽ സുലാസ ചൊവ്വാഴ്ച. യൗമുൽ അർബിഅ ബുധനാഴ്ച. യൗമുൽ ഖമീസ് വ്യാഴാഴ്ച. യൗമുൽ ജുമുഅ, നമ്മൾ കേട്ടില്ലേ, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച. യൗമുസ് സബത്ത് ശനിയാഴ്ച. ഇത് നിർബന്ധമായിട്ടും ഇതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഈ അറബിയും നിർബന്ധമായും പഠിക്കട്ടോ. എന്നാലുള്ളൂ പരീക്ഷ സിമ്പിളാവുള്ളൂ. ഏത് രൂപത്തിലാണ് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം എഴുതാൻ വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് പൂരിപ്പിക്കാൻ തരും. ഇതിൽ 3 കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വരും. ഈ 2 രൂപത്തിലുമാണെങ്കിൽ ഈ പ്രവർത്തനം വരാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഈ പ്രവർത്തനം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ലമീറുകൾ കൊടുത്തിട്ടുണ്ട്. മുത്തസിലായ ലമീറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മളിപ്പോൾ ജദ്ദുക്ക എന്ന് പറഞ്ഞു, നിൻ്റെ വെല്ലിപ്പ അല്ലേ. ഇപ്പോൾ എൻ്റെ വെല്ലിപ്പയാണെങ്കിൽ എന്ത് പറയാം? ജദ്ദി എന്ന് പറയാം. ഇനി നിൻ്റെ വെല്ലിപ്പ എന്നുള്ളതിന് ജദ്ദുക്ക, അത് ആൺകുട്ടിയോടാണെങ്കിൽ. ഇനി അത് പെൺകുട്ടിയാണെങ്കിലോ? ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ ജദ്ദുക്കി അവിടെ കീയാക്കിയാൽ മതി. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല വ്യത്യാസം. പുരുഷനോടാകുമ്പോൾ ജദ്ദുക്ക, നിൻ്റെ വെല്ലിപ്പ. ഇനി സ്ത്രീയോടാണെങ്കിൽ ജദ്ദുക്കി, എടി നിൻ്റെ വെള്ളിപ്പ. അങ്ങനെ കേട്ടോ നമ്മുടെ മുന്നിലുള്ള ആളോട് പറയുമ്പോൾ. ഇനി കുറേ പേരുണ്ടെങ്കിലോ, അതാണാവട്ടെ പുരുഷനാവട്ടെ, അവരോട് എന്ത് ചെയ്യാം? ഒക്കെ പാടാന്ത് പറയാം? ജദ്ദുക്കും, നിങ്ങളുടെ വെല്ലിപ്പ അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. നിൻ്റെ പുസ്തകം എന്നെങ്ങനെ പറയും? കിതാബുൻ എന്നാണ് പുസ്തകത്തിന് പറയുക. അതിൻ്റെ കൂടെ കാ കൂട്ടുക, കിതാബു കാ. അപ്പം എന്തായി? നിൻ്റെ പുസ്തകം. ഇനി പെണ്ണിനോടാണ് പറയുന്നത് നിൻ്റെ പുസ്തകം. അപ്പോൾ എന്താ പറയുക? കിതാബു കീ. ഈ കീ ചേർത്താൽ മതി, വേറൊന്നും വേണ്ട. ഇനി നിങ്ങളെല്ലാവരുടെയും പുസ്തകം എന്നെങ്ങനെ പറയും? അടക്കുമെന്ന് ചേർക്കുക, കിതാബു കും, നിങ്ങൾ എല്ലാവരുടെയും പുസ്തകം. ഇതവിടെ അതിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ, അതാ കൊടുത്തിക്കണല്ലേ. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അസ്സലാമു അലൈക്ക. പുരുഷനാവുമ്പോൾ നമ്മളിപ്പോൾ പുരുഷന്മാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്ക. ശരിക്കും അസ്സലാമു അലൈക്കും എന്ന് പറയാം. നബി തങ്ങളെ നമ്മൾ അറിയില്ലേ, അത്തഹിയാത്തിൽ അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു. അവിടെ എന്താ അസ്സലാമു അലൈക്ക? നബി തങ്ങൾ മുദക്കറല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി സ്ത്രീയോടാണെങ്കിൽ അസ്സലാമു അലൈക്കി. പെണ്ണിനോടാകുമ്പോഴേ അസ്സലാമു അലൈക്കി, നിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ഒന്ന് പുരുഷനോട് പറയുന്നതും ഒന്ന് സ്ത്രീയോട് പറയുന്നതുമാണ്. അതല്ലാതും അങ്ങനെ തന്നെയാണ്. ഇത് പുരുഷനോട്, ഇത് സ്ത്രീയോട്. ഇനി കുറേ ആളുകളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്നാണ് പറയുക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. ഇനി വേറൊരു വ്യത്യസ്തമായ പ്രവർത്തനം ഇവിടെ കാണാം. മുൻഫസിലായ ലമീറാണ് ഇവിടെ ഉള്ളത്. മുൻഫസിലായ ലമീറാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്നൊക്കെ പറഞ്ഞില്ലേ, അത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. ഇവിടെ അൻത എന്ന് ആരെ പറ്റി പറഞ്ഞത്? പുരുഷനായതുകൊണ്ടാണ് അൻത ചേർക്കുക നമ്മൾ. ഒരു പുരുഷനും ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബോയ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക? അൻത ചേർക്കുക. ഓക്കെ, ബോയ്സ്. ഓക്കെ. ഇനി സ്ത്രീ ആകുമ്പോൾ അതങ്ങനെ വരും, ഇവിടെ മാറും, അൻതിയാവും. അപ്പോൾ ഇവിടെ കണ്ടോ, അൻതി ദാരിസത്തുൻ. അതോടുകൂടെ ദാരിസുൻ എന്നുള്ളതിൻ്റെ അവസാനം എന്താവും? താവും കൊടുക്കണം, പെണ്ണാന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാരിസത്തുൻ, അൻതി ദാരിസത്തുൻ. പുരുഷനാകുമ്പോൾ സ്ത്രീ ആകുമ്പോൾ വ്യത്യാസം കണ്ടില്ല നിങ്ങൾ? അൻതയും അൻതിയും, നീ രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ഒന്ന് പുരുഷനോടാണ് നീ എന്ന് പറയുന്നത്, മറ്റൊന്ന് സ്ത്രീയോടും. അപ്പോൾ എഴുത്തിൻ്റെ ആ വ്യത്യാസമുള്ളൂ. അൻത എന്ന് പുരുഷന് എഴുതും, സ്ത്രീയോടാണെങ്കിൽ അൻതി എന്നും എഴുതും. ഈ അൻതി എഴുതുമ്പോഴോ അതോടുകൂടെ ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ്. ഇവിടെയോ പുരുഷനാകുമ്പോൾ ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിനി. ഇനി കുറേ പേരുണ്ട്, അതായത് കുറേ സ്ത്രീകളാണ് അല്ലെങ്കിൽ കുറേ പുരുഷന്മാരാണ്. അപ്പോൾ രണ്ടും വ്യത്യാസം വരും. കുറേ പുരുഷന്മാരാണെങ്കിൽ അവിടെ അൻതും ദാരിസൂന, നിങ്ങളെല്ലാവരും പുരുഷന്മാരാണ്, വിദ്യാർത്ഥികളാണ്. ഓക്കെ, പുരുഷന്മാരോട് പറയാണ് അൻതും ദാരിസൂന, അവിടെ അൻതു ചേർക്കുക. കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ, അപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ അൻത എന്ന് ചേർക്കും, കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ അൻതും എന്നും. ഓക്കെ. ഇനി രണ്ട് പേരാണെങ്കിലോ അൻതുമ എന്ന് പറയാം. ഇനി രണ്ട് പുരുഷന്മാരാണെങ്കിൽ അൻതുമ, സ്ത്രീ ആണെങ്കിലും രണ്ട് പേരാണെങ്കിൽ അൻതുമ എന്ന് തന്നെ പറയാം കേട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇനി അതിൻ്റെ താഴെ നോക്കിക്കോ, ഇത് ശ്രദ്ധിക്കണം. അന ത്വാലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. കണ്ടോ, അന എന്തിനാ ഉപയോഗിക്കുക? ഞാൻ എന്നുള്ള അർത്ഥത്തിനാണ്, സ്വയം പറയാണ്. അന ദാരിസു അല്ലെങ്കിൽ അന ത്വാലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി ഒരു സ്ത്രീ പറയാണ് ഞാൻ വിദ്യാർത്ഥിയാണെന്ന്. എന്താ വ്യത്യാസം ഉണ്ടാവുക? അന ത്വാലിബുൻ എന്ന് പറഞ്ഞ പോലെ, കാരണം ഒരു സ്ത്രീകളല്ല പറയണത്, ഒരു സ്ത്രീയല്ല പറയണത്. അവളെന്താ പറയുന്നത്? അന ത്വാലിബത്തുൻ, ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഓക്കെ. പെണ്ണാകുമ്പോൾ എന്ത് ചെയ്യണം? അവസാനം താ കൊടുക്കണം. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി നെഹ്നു തുല്ലാബുൻ,
ഞങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ജം ആക്കും വേണം. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നഹ്നു തുല്ലാബ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. പിന്നെ ഇവിടെ കണ്ടോ, യാ വെച്ചിട്ട് വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. യാ നബീലു, എ നബീലേ. യാ എന്തിനു വയ്ക്കുക? നമ്മൾ ഒരാളെ വിളിക്കണം. യാ റഹീമത്തു, യാ റഹീമ, താ കൊടുക്കണം. യാ യാ അല്ലാഹ് നമ്മൾ പറയില്ലേ. യാ അബീ, എൻ്റെ വാപ്പാ. യാ ഉമ്മീ, എൻ്റെ ഉമ്മ. യാ റബ്ബീ, എൻ്റെ റബ്ബേ. യാ ഔലാദീ, എൻ്റെ മക്കളെ. ഇങ്ങനെ യാ കൂട്ടാൻ നമ്മൾ വിളിക്കുമ്പോൾ ചേർക്കുന്നതാണ് കേട്ടോ യാ. പിന്നെ ഈ ബൈത്ത് ഇതിന് ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രവർത്തനമാണ് വരുന്നതെങ്കിൽ ഏതൊരു രീതിയിലും വരാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈത്തുൻ, വീടാണ് ബൈത്തുൻ. ഇനി ഇവിടെ നിങ്ങൾ ഇവിടെ ഉദാഹരണം നിൽക്കണം കേട്ടോ. ഉമ്മുൻ പ്ലസ് ക, ഉമ്മുക്ക. കണ്ടോ, ഈ ഉമ്മുൻ എന്നതിൻ്റെ കൂടെ ക ചേർത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി എഴുതിയിട്ട് ഉമ്മുക്ക, നിൻ്റെ ഉമ്മ എന്ന് പറയും ഒരു പുരുഷനോട് പറയുമ്പോൾ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ബൈത്തുൻ എന്നതിൻ്റെ കൂടെ പ്ലസ് ക ചേർത്ത് കൊടുക്കുക. ബൈത്തുൻ പ്ലസ് ക, ഇവിടെ എന്തായിരിക്കും? ബൈത്തുക്ക എന്ന വരിക. ഇതേപോലെ തന്നെ ബൈത്തുൻ, ഈ ബൈത്തുൻ തന്നെ ഇങ്ങോട്ടും വരണം. ബൈത്തുൻ പ്ലസ് കി, ബൈത്തുക്കി. ഇവിടെ ഉദാഹരണം വേറെ തന്നിട്ടുണ്ട്. ഉമ്മുൻ പ്ലസ് കി, ഉമ്മുക്കി. സ്ത്രീയോടാകുമ്പോൾ നിൻ്റെ ഉമ്മ എന്ന് പറയണമെങ്കിൽ ഉമ്മുക്കി എന്നാണ് പറയാം. അപ്പോൾ പുരുഷനോടാകുമ്പോഴും സ്ത്രീയോടാകുമ്പോഴും രണ്ട് കുളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഉമ്മുൻ പ്ലസ് കും, ഉമ്മുക്കും. കും എന്നത് ഉമ്മുൻ എന്നതിനോട് ചേർക്കുമ്പോൾ ഉമ്മുക്കും എന്ന് കൂട്ടി എഴുതണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ബൈത്തുൻ എന്ന് ചേർത്ത് കൊടുക്കുക. ബൈത്തു പ്ലസ് കും, ബൈത്തുക്കും. കൂട്ടുമ്പോൾ ബൈത്തുക്കും എന്ന് എഴുതുക. ഇതേപോലെ അബുൻ, ഇവിടെ അബു എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ അബുൻ എന്ന് എഴുതാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് കേട്ടോ. ഇത് വേറെ രൂപം ആയതുകൊണ്ടാണ്. അബു പ്ലസ് എന്ത് ചെയ്യുക? ക ചേർക്കുക. എന്നിട്ട് അബൂക്ക, അബു ക ചേർക്കുക കേട്ടോ, പ്ലസ് ക, അബൂക്ക കൂട്ടി എഴുതാം. ഇനി അബു പ്ലസ് കി, ഇനി എന്ത് ചെയ്യുക? അബൂക്കി എന്ന് എഴുതുക. ഇനി അബു എന്നതിൻ്റെ കൂടെ പ്ലസ് കും, അപ്പോൾ എന്ത് ചെയ്യും? അബൂക്കും, അബൂക്കും എന്ന് കൂട്ടി എഴുതാം. ഇത് സിമ്പിളാണ്, പ്രവർത്തനം സിമ്പിളാണ്, കൂട്ടി എഴുതിയാൽ മാത്രം മതി. ഇനി കിതാബുൻ എന്നതിൻ്റെ കൂടെയാണെങ്കിൽ പ്ലസ് ക ചേർക്കുക. കിതാബു ക. ഇനി കീ ചേർത്ത് കൊടുക്കുക. കിതാബു കും, കീ, കിതാബു കീ. ഇനി കിതാബ് എന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ പ്ലസ് കും എന്ന് കൂട്ടിയാൽ കിതാബു കും. അപ്പോൾ ഈ രൂപത്തിലാണ് ഒരു പ്രവർത്തനം വരാൻ സാധ്യത. ഉറപ്പില്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വെക്കാനാണ്. ഏത് രീതിയിലാണ് പരീക്ഷ വരിക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി അടുത്ത പാഠമായ ഫിക്രത്തുൻ റായഅത്തുൻ, ഈ പാഠത്തിലൂടെ പറയുന്നത് ചിഹ്നങ്ങളെക്കുറിച്ചാണ്. മാദ, മാ, നഅം, ഐന, ല, ഹൽ, കൈഫ, മൻ, ഇങ്ങനെയുള്ള ചില ഹറഫുകൾ അത് ചോദ്യങ്ങളിൽ വരുന്നതാണ്. ഉദാഹരണത്തിന് കണ്ടോ, മസ്മു ക, നിൻ്റെ പേരെന്താണ്? അപ്പോൾ നമ്മളവിടെ ഇസ്മി സഫ്വാൻ. ഇനിയിപ്പോൾ ചിലപ്പോൾ മസ്മു കീ കൊടുത്താൽ നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകളോട് കീ പറയാം. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ പേര് മാറ്റണം, ഇസ്മി ഫാത്തിമ. ഇനി മാതാ ഫി യദിക്ക, ചിലപ്പോൾ ഇത് ചോദ്യമായിട്ട് പരീക്ഷയിൽ വരും. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഇതാണ് കേട്ടോ. ഇതൊക്കെ ഉത്തരങ്ങളാണ്. നേരെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ മാതാ ഫി യദിക്ക, നിൻ്റെ കയ്യിൽ എന്താ? അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ട എന്താണ്? ഫി യദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്.
മറ്റൊരു ചോദ്യം, ഐന മദ്രസത്തുക, നിൻ്റെ മദ്രസ എവിടെ? ഐന. അപ്പോൾ നിൻ്റെ മദ്രസ എവിടെ? അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിക്കണം? മദ്രസത്തി, എൻ്റെ മദ്രസ ഫിൽ മദീനത്തി, മദീനയിലാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പഠിക്കുക കേട്ടോ. ഇനി ചിലപ്പോൾ ഉത്തരം തരും, എന്നിട്ട് ചോദ്യം ഉണ്ടാക്കി തരും. ഇതിവിടെ ഉത്തരം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വിട്ട ഭാഗമാണെങ്കിൽ എന്തായിരിക്കും ചോദ്യം വരിക? അതിന് മദ്രസത്തുക്കി അല്ലെങ്കിൽ മദ്രസത്തുക്ക രണ്ടും ചോദിക്കുക അവിടെ. കാരണം മദ്രസത്തി ഫിൽ മദീനത്തി എന്നല്ല പറയുന്നത്, എൻ്റെ മദ്രസ ആണ്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, എൻ്റെ എന്ന് പറയാൻ ആണ് പെണ്ണെന്നൊന്നുമില്ല, ഒരേ മാതിരിയാണ് കേട്ടോ. ഇനി ഹൽ തുഹിബ്ബുൽ ഖിറാഅത്ത, നിനക്ക് വായന ഇഷ്ടമാണോ? അപ്പോൾ അതിന് മറുപടിയാണ് നഅം വഹിബ്ബുൽ ഖിറാഅത്ത, അതെ എനിക്ക് വായന ഇഷ്ടമാണ്. വഹിബ്ബു എന്ന് പറയാം, യുഹിബ്ബു അല്ല. വഹിബ്ബു എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. യുഹിബ്ബു എന്നാൽ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥമുള്ളൂ. വഹിബ്ബു എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതാണ് വ്യത്യാസം. ഇനി ഹൽ ഇൻദക ദറാജത്തുൻ, നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ? അപ്പോൾ ഇല്ല, എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. എങ്ങനെ പറയും? ലാ ലൈസ ഇൻദി ദറാജത്തുൻ. ഇനി ഉണ്ട് എന്നാണെങ്കിലോ നഅം ഇൻദി ദറാജത്തുൻ, അവിടെ നഅം നാക്കി കൊടുക്കുക. ഇതൊന്നും വേണ്ട, ലാന്നും ലൈസും വേണ്ട. ഇനി കൈഫ ഹാലുക്കി, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്. അപ്പോൾ അന അൽഹംദുലില്ലാ അന ബി ഖൈർ. അപ്പോൾ മറുപടി ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചോദ്യം നിങ്ങളോട് എഴുതാനും പറയും കേട്ടോ. അപ്പോൾ മറുപടി മനസ്സിലാക്കി വെക്കുക. ഇനി മൻ മഅക, ആരാ നിൻ്റെ കൂടെ? അപ്പോൾ മഅി അഖിൽ കബീറു, എൻ്റെ വലിയ സഹോദരനാണ് എൻ്റെ കൂടെ. അപ്പോൾ ഇതുപോലുള്ള ചിലപ്പോൾ ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനുള്ള പ്രവർത്തനം വരും, അതല്ലെങ്കിൽ ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാനുള്ള പ്രവർത്തനം വരാം. ഇങ്ങനെ ഏത് രീതിയിലും വരാം. അതേപോലെ തന്നെ ഇതും യോജിച്ച ഹർഫുകൾ എടുത്ത് എഴുതേണ്ടി വരും. ഡാഷ് യൽ അബു ബിൽ കുറത്തി, മൻ യൽ അബു ബി കുറത്തി, ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത്? 2 ഡാഷ് തുഹിബ്ബു സിബാഹത്ത, നിനക്ക് നീന്തൽ ഇഷ്ടമാണോ? അവിടെ യോജിച്ചത് ഹൽ എന്ന് ചേർക്കലാണ്, ഹൽ തുഹിബ്ബു. ഇനി അടുത്തത് ഡാഷ് ബൈത്തുക, നിൻ്റെ വീട്. അപ്പോൾ അതിന് യോജിച്ചത് ഐനയാണ്, ഐന ബൈത്തുക, നിൻ്റെ വീട് എവിടെ? 4 ഡാഷ് ഫിൽ ഹഖീബത്തി, ബാഗിൽ ഡാഷ്, എന്താണെന്ന് ചോദിക്കാം നമുക്ക്. ഐന എന്ന് യോജിക്കൂല, കാരണം ഐന ഫിൽ ഹഖീബത്തി അറിയോ, നിൻ്റെ ബാഗിൽ എവിടെയെന്ന്, അതല്ലല്ലോ. മാതാ ഫിൽ ഹഖീബത്തി, നിൻ്റെ ബാഗിൽ എന്താണ്? അപ്പോൾ മാതയാണ് ചേർക്കട്ടോ. ഡാഷ് തദ്ഹബു ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് യോജിച്ചത് എങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്നു? കൈഫ തദ്ഹബു ഇല സൂഖി, അങ്ങാടിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇനി ഡാഷ് ഇസ്മു അബീക്ക, അത് നിങ്ങൾക്കറിയും. മസ്മു, ഇസ്മിൻ്റെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം മാ എന്നതായിരിക്കും. മസ്മു അബീക്ക, നിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? പിന്നെ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഈ ദമാറുൽ മുൻഫസിൽ, അതായത് വേർപിരിഞ്ഞ ലമീറുകൾ. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. ഈ 6 എണ്ണം, ആദ്യത്തെ 6 എണ്ണം ഇത് പുരുഷനും ഇത് സ്ത്രീക്കുള്ളതാണ്. ഇത് അവൻ, അവർ 2 പേർ, അവർ എന്ന് പറയുന്നത് പുരുഷന്മാരെ. എന്നാൽ ഇത് അവൾ, അവർ 2 സ്ത്രീകൾ, അവർ എല്ലാ സ്ത്രീകളും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി അൻത, നീ, നിങ്ങൾ 2 പേർ, നിങ്ങൾ പുരുഷന്മാരാണ്. എന്നാൽ ഇതോ നീ ഒരു സ്ത്രീ, അതായത് അൻതി, നീ. അൻതുമ, നിങ്ങൾ 2 പെണ്ണുങ്ങൾ. അൻതും ന, അൻതുന്ന, നിങ്ങളെല്ലാ സ്ത്രീകളും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് വരുന്നതാണ് കേട്ടോ. ഈ നീല നിറത്തിൽ കണ്ടോ, ഈ നീല നിറത്തിലുള്ളതും ഈ നീല നിറത്തിലുള്ളതും സ്ത്രീക്കുള്ളതാണ്. ഈ മഞ്ഞ നിറത്തിലുള്ള 2 എണ്ണം പുരുഷന്മാർക്കുള്ളതാണ്. പിന്നെ അവസാനം ഇങ്ങനെ 2 എണ്ണം കാണാം. ഇത് 2 ആൾക്ക് യൂസ് ചെയ്യാം. അന എന്ന് പുരുഷനും പറയാം, സ്ത്രീയും പറയാം. അന ത്വാലിബൻ, ഞാൻ വിദ്യാർത്ഥിയാണ്, അത് പുരുഷൻ പറയും. എന്നാൽ സ്ത്രീ പറയുമ്പോഴോ അന ത്വാലിബത്തുൻ, താവ് കൂട്ടണം, സ്ത്രീ ആയതുകൊണ്ട്.
ഇനി ഇങ്ങനെ പറയാണ്, നഹനു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നർത്ഥം വരിക. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹനു തുല്ലാബുൻ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അത് പുരുഷന്മാർ പറയുമ്പോൾ. ഇനി സ്ത്രീകളാണെങ്കിൽ നഹനു തോലിബാത്തുൻ എന്ന വരിക. ഏതായാലും ഇതിൻ്റെ പൂരിപ്പിക്കാൻ അധികം വരാൻ സാധ്യതയുണ്ട്. എല്ലാ വർഷങ്ങളിലും വഹുമാഹും ഹിയഹുമാഹുന്ന എന്നുള്ളത് കഴിഞ്ഞ സിലബസിലാണെങ്കിലും പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയും ചെയ്യുക. പൂരിപ്പിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ പഠിക്കണം കേട്ടോ. അവിടെ ഇവിടെയും പഠിച്ച പോരാ, ആ കറക്റ്റായ രൂപത്തിൽ തന്നെ പഠിക്കണം. എന്നാലുള്ള എവിടെയാണ് വിട്ടുപോയത് അത് യോജിപ്പിക്കാൻ അവിടെ എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കിവിടെ വിപരീതങ്ങൾ കാണാം. ഇവിടെ മുഫ്രദും ജംഉം. സ്വദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അസ്തിഖാവ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ജംആയി ബഹുവചനായി. കലമുൻ പേന, അഖലാമുൻ പേനകൾ, ലൗനുൻ നിറം, അൽവാനുൻ നിറങ്ങൾ, ത്വാലിബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ, വറക്കുൻ ഇല, ഔറാഖുൻ ഇലകൾ, ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ, സൂറത്തുൻ ചിത്രം, സുവറുൻ ചിത്രങ്ങൾ, അൻത നീ, അൻതും നിങ്ങൾ, അൻതി നീ, അൻതുന്ന നിങ്ങളെല്ലാ സ്ത്രീകളും. ഇവിടെ വ്യത്യാസമുണ്ട്. അൻത എന്നത് പുരുഷനാണ്, പുരുഷനോട് പറയണതല്ലേ. അപ്പോൾ കുറേ പുരുഷന്മാരുണ്ടാകുമ്പോൾ അൻതും എന്ന് പറയാം. ഇവിടെ അൻതി നീ ഒരു സ്ത്രീ. അപ്പം നിങ്ങൾ കുറേ സ്ത്രീകളുണ്ടെങ്കിൽ അതിൻ്റെ വിപരീതം അൻതുന്ന എന്ന് വരിക. ഇനി അന ആൻഡ് നഹനു. ഹുവ കുറേ ആളുകളുണ്ടെങ്കിൽ ഹും എന്നാ പറയാം. ഇനി ഹിയ അവൾ, അതിൻ്റെ കുറേ ആളുകളുണ്ടെങ്കിൽ ഹുന്നയാണ് വരിക കേട്ടോ. ഹിയ ഹുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ. ഇത് വിപരീതം എഴുതാനല്ല, മറിച്ച് മുഫ്രദും ജംഉം, അതായത് ഏകവചനം ബഹുവചനം. അതേപോലെ മറ്റൊന്നാണ് അൽ ഫിഉലുൽ മുളാരിഉ അൽ ഫിഉലുൽ മാളി. മാളിയായ ഫിഉലും മുളാരിയായ ഫിഉലും വേർതിരിച്ചണം. അത് ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിക്കാൻ വരാം. അതല്ലെങ്കിൽ വിട്ട ഭാഗം ഇതിൽ ചിലപ്പോൾ 2-3 തരില്ല. ഇവിടെ യദ്ഹബു തന്നു, പക്ഷേ മാളി തന്നിട്ടില്ല. അത് നിങ്ങൾ എഴുതേണ്ടി വരും. ദഹബയാണ് മാളി. അതിൻ്റെ തുടക്കത്തിൽ മുളാരി യാ കൊടുന്നാൽ യദ്ഹബു മുളാരിയായി. അപ്പോൾ യാ ഉള്ളതും താ ഉള്ളതൊക്കെ മുളാരിയിലാണ് പെടുക കേട്ടോ. തുടക്കത്തിൽ താമിയാൻ കണ്ടില്ലേ, ഇതൊക്കെ മുളാരിയാണ്. അങ്ങനെ മനസ്സിലാക്കാം നമുക്കതിൽ. പിന്നെ അതുപോലെ ഇവിടെ കണ്ടോ തദ്ഹബു, അതിൽ നേരെ ഓപ്പോസിറ്റ് കണ്ടോ ദഹബത്ത്. അവളൊരു സ്ത്രീ പോയി, എന്നാൽ അവളൊരു സ്ത്രീ പോകുന്നാണെങ്കിൽ തദ്ഹബു. ഇതേപോലെ തന്നെയാണ് യസ്മഉ കണ്ടില്ലേ, കേൾക്കും, സമിഅ കേട്ടു. തസ്മഉ അവളൊരു സ്ത്രീ കേൾക്കും, സമിഅത്ത് അവളൊരു സ്ത്രീ കേട്ടു. അതിൻ്റെ വിപരീതം എഴുതാൻ ചിലപ്പോൾ വരാം. ഇതേപോലെ യുസല്ലി അവൻ നിസ്കരിക്കുന്നു, സ്വല്ല അവൻ നിസ്കരിച്ചു. മാളിയാണ് അർത്ഥം വരിക. ഫേല് മാളി പറഞ്ഞാൽ ആ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാളി എന്ന് പറയാം. ഇവിടെ സ്വല്ല നിസ്കരിച്ചു, അവൾ കേട്ടു, അപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞില്ലേ. എന്നാൽ മുളാരിൽ അങ്ങനെയല്ല, കേൾക്കും, അങ്ങനെ വരാനിരിക്കുന്ന ഒരു കാര്യം പറയലാണ്. കേൾക്കും, നിസ്കരിക്കും, പോകും, ഇങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഈ ഭാഗം ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്ന ഒരു രീതി ഇവിടെ കാണാൻ കഴിയും. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ, യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി, ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. ഇനിയൊരു സ്ത്രീയാണ് അവളുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ വ്യത്യാസം വരും. ഇവിടെ എന്ത് ചെയ്യുക, യദ്ഹബു എന്നുള്ളത് താ ആക്കണം, തദ്ഹബു. എന്നിട്ട് ഇവിടെ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ദാരിസത്തുൻ, യദ്ഹബു ദാരിസത്തു ഇലൽ ബൈത്തി എന്നാക്കുക. ഇവിടെ മസ്ജിദ് ഉള്ളത് ബൈത്താക്കുക, വീടാക്കുക. അപ്പോൾ പുരുഷനാവുമ്പോൾ യദ്ഹബു എന്നും സ്ത്രീ ആവുമ്പോൾ തദ്ഹബു ആണ് പറയാം. ഇനി ഇവിടെ നോക്കി വെക്കാം. തഷ്റബു ഫാത്തിമത്തു അഷായ, ഫാത്തിമ ചായ കുടിച്ചു. ഇവിടെ കണ്ടോ എന്താണ്, തഷ്റബു താ ആണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത്. അത് കണ്ടോ, തുടക്കത്തിൽ ഏതക്ഷരം താ. അതിഞ്ഞ് പുരുഷനാണെങ്കിൽ അവിടെ യാ ആക്കി മാറ്റണം. അപ്പോൾ ഇങ്ങനെ പറയുക യഷ്റബു. ഇവിടെ ഒരു പേര് പറയാം ആൺകുട്ടീൻ്റെ, ജാബിർ.
യഷ്റബു ജാബിറുൻ അഷായ, ജാബിർ ചായ കുടിച്ചു. സിമ്പിളല്ലേ ആക്കാൻ. അതേപോലെ മറ്റൊന്ന് കാണാം അവിടെ, ഇത് പുരുഷനുള്ള കേട്ടോ. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗളി, അപ്പോൾ ബാസിമു ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഇനി ആരാണ്? ഫാത്തിമ ആയിക്കോട്ടെ. ഫാത്തിമ ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു എന്നങ്ങനെ പറയും. ഇവിടെ യാ ഇള് താക്ക, തതവല്ലഉ ഫാത്തിമത്തു മിനൽ ഹൗളി. ഓക്കെ, ആ രീതി ചെയ്താൽ മതി. ഇനി ഒരു പെണ്ണ് നിസ്കരിക്കുകയാണ്. എന്താ നോക്കോ, തുസല്ലി മാജിദത്തു സ്വലാത്തുൽ അസുരി, മാജിദ അസുർ നിസ്കാരം നിസ്കരിക്കുന്നു. കണ്ടോ അവിടെ നിസ്കരിക്കുന്നു എന്നാണ് തുസല്ലി താ വന്നിട്ടുള്ളത്. ഇനി പുരുഷനാകുമ്പോഴോ, പുരുഷന് ഫുള്ളും യാ ആണ്. തുടക്കത്തിലുണ്ടല്ലേ, യദ്ഹബു യതവല്ലഉ. ഇനി അടുത്ത് നോക്കി നോക്കും, യസ്മഉ സാലിമുൻ അൽ അദാന, സാലിം ബാങ്ക് കേൾക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് പുരുഷനാണ് യസ്മഉ, തുടക്കത്തിൽ യാ വരിക. സ്ത്രീയാകുമ്പോൾ അത് നേരെ താ ആക്കി മാറ്റുക. തസ്മഉ ഫാത്തിമത്തു അൽ അദാന, ഫാത്തിമ ബാങ്ക് കേൾക്കുന്നു. ഇത്രേ ഉള്ളൂ. പുരുഷനും സ്ത്രീയായിട്ട് മാറ്റാനുള്ള ഒരു പ്രവർത്തനം സ്ത്രീക്ക് കൊടുക്കാനും പുരുഷന് കൊടുക്കാനും ഇത്രേ ഉള്ളൂ. ഇനി നോക്കൂ ഇവിടെ, തൻതളിറുൽ ഉമ്മു ഫിൽ ബൈത്തി, വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി നോക്കും, ചുവന്ന നിറത്തിൽ കൊടുക്കാം നമുക്ക്. ഇവിടെ കണ്ടോ, താ വന്നത് സ്ത്രീ ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ പുരുഷനാണെങ്കിൽ വാപ്പ നമുക്കിവിടെ കൊടുക്കാം, ഉമ്മാക്ക് പകരം വാപ്പ കൊടുക്കാം. യൻതളിറുൽ അബു ഫിൽ ബൈത്തി, വീട്ടിൽ ഉപ്പ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രവൃത്തി പുരുഷനും സ്ത്രീ ആവുമ്പോൾ ഏത് രൂപത്തിലാണ്, ഒന്ന് തുടക്കത്തിലാണെങ്കിൽ യാ ആയിരിക്കും, അതല്ല സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ പ്രവൃത്തിയുടെ തുടക്കത്തിൽ താ ആയിരിക്കും. പ്രവൃത്തിയിലാട്ടോ, മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച ദാലിക തിൽക്ക ഹാദാ ഹാദിഹി, അത് നിങ്ങൾക്കറിയാമല്ലോ. ദാലിക എന്നത് ഒരു താ ഇല്ലാത്തൊരു വാക്കിനോട് കൂടെയാണ് പറയാം, ദാലിക. എന്നാൽ താ ഉള്ളൊരു വസ്തുവാണ് പറയുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ദാലിക അത് പൂവൻകോഴിയാണെന്ന് പറയാണ്. ദാലിക ദീക്കുൻ, കണ്ടോ, ദീക്കുൻ. ദീക്കുൻ എന്നതിൽ താ ഇല്ല, അതുകൊണ്ടാണ് ദാലിക കൊടുത്തത് ആദ്യം എന്ന് ഉപയോഗിക്കാൻ. ഇനി ഒരു സ്ത്രീയെയാണ് പറയുന്നതെങ്കിൽ, സ്ത്രീ പറഞ്ഞാൽ പിടക്കോഴിയാണ്, പെണ്ണല്ലേ പിടക്കോഴി. അപ്പോൾ അവളെ പറയാൻ നോക്കി നോക്ക്, മാ തിൽക്ക എന്നാ പറയാം. അതെന്താ? അപ്പോൾ പറയാണ് തിൽക്ക ദറാജത്തുൻ, അത് പിടക്കോഴിയാണ്, പിടക്കോഴി പെണ്ണല്ലേ, അതുകൊണ്ടാണ്. ഇനി അതുപോലെ ഇവിടെ നോക്കി നോക്കും, ഐനൽ ഹക്കീബത്തു, ബാഗ് എവിടെ? അപ്പോൾ അതിന് മറുപടി പറയാനുണ്ടോ, അൽ ഹക്കീബത്തു അല ത്വാവലത്തി, ബാഗ് മേശമ്മേലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ബാഗിനെ പറയണം. ബാഗ് എവിടെയെന്നല്ല ചോദിച്ചത്, അപ്പോൾ ബാഗിനെ ആദ്യം പറയണം. അൽ ഹക്കീബത്തു അല ത്വാവലത്തി, പിന്നെ എവിടെയെന്നാണ് പറയേണ്ടത്. ഇനി ഐനൽ കിതാബു, പുസ്തകം എവിടെ? അപ്പോൾ ഇനി ആദ്യം പുസ്തകത്തിനടുത്ത് പറയണം. അൽ പുസ്തകം, അതായത് അൽ കിതാബു എവിടെയാണ്? ഫിൽ ഹക്കീബത്തി, ബാഗിലാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ മനസ്സിലാക്കുക. എത്രയും നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലിസാൻ്റെ ക്ലാസ് എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.